തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഈ പ്രഭാത വന്ദനത്തെ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം മിന്നുന്നതെല്ലാം എന്നതായ ഒരു ഭാഗത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദവാക്യം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഞാൻ ധനവാൻ സമ്പന്നൻ ആയിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിഞ്ഞിരിക്കയാൽ. ഇവിടെ ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ ധനവാൻ. ഇന്ന് ലോകത്തിലെ ജനത, ലോകത്തിൽ പലരും ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ആ മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ഇത് വെളിപ്പാടുകാരൻ യോഹന്നാൻ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലായിരുന്നത് കൊണ്ട്, പത്മോസ് ദ്വീപിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ജനതയോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ധനവാൻ എന്ന് ചിന്തിക്കുന്നതായ പ്രിയപ്പെട്ടവരോട്, ഞാൻ സമ്പന്നൻ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് ചിന്തിക്കുന്നതായ പ്രിയപ്പെട്ടവരോട്, അവരോട് പറയുകയാണ്, നീ ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിഞ്ഞിരിക്കയാൽ. ഇവിടെ ഒരു മനുഷ്യൻ്റെ മാനുഷികമായ പരിമിതികളെ തിരിച്ചറിയുവാനുള്ളതായ ഒരു ആഹ്വാനത്തെയാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുരുടനായിരിക്കുന്നതായ ആ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ കണ്ണിന് കാഴ്ച നൽകണമേ. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിനെ ആ കുരുടനായിരിക്കുന്നതായ മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ്, എനിക്ക് കണ്ണിന് കാഴ്ച തരണമേ. ഉടനെ ആ കർത്താവായ യേശുക്രിസ്തു ആ മനുഷ്യനെ പരിചരിക്കുകയും കണ്ണിന് കാഴ്ച നൽകുകയും ഉണ്ടായി. ഇതേപോലെ ദൈവത്തിൻ്റെ തിരുവചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ പരിമിതികളെ, നമ്മളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ സമ്പന്നനാണ്, അവർ ഭൗതിക സമ്പത്തും ഭൗമിക പൂർണ്ണതയും അവകാശപ്പെടുന്നു. ഇന്ന് മനുഷ്യൻ നോക്കുന്നത് ഭൗമികമായ ആഡംബരങ്ങളെക്കുറിച്ചും ഭൗമികമായ സമ്പത്തിനെക്കുറിച്ചും മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു സംഭവ കഥ ഇങ്ങനെ പറയുന്നു. ഒരു സ്ഥലത്ത് ധനവാനായിരിക്കുന്നതായ മനുഷ്യനും ലാസറസ് എന്ന് പറയുന്ന ദരിദ്രനായിരിക്കുന്നതായ മനുഷ്യനും ജീവിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ലാസറസിൻ്റെ ശരീരത്തിൽ അനേകം മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകളിൽ നായ്ക്കൾ വന്ന് വരെ നക്കുന്നതായ ഒരു സാഹചര്യം ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ ലാസറസിനെ താൻ പുച്ഛിക്കുകയും ചെയ്തു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ലാസറസ് അതിപരിശുദ്ധമായ സ്വർഗീയ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയ സന്നിധിയിലേക്ക് എത്തപ്പെടുകയുണ്ടായി. ആ സാഹചര്യത്തിൽ നോക്കിയപ്പോൾ ഈ അന്ന് ലാസറസിനെ പുച്ഛിച്ചതായ മനുഷ്യൻ അന്ന് അവിടെ വിലപിക്കുന്നതായ ഒരു സാഹചര്യം ഇങ്ങനെ കാണുകയുണ്ടായി. ഇവിടെ പറയുന്നത്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഒരു സാധുവായിരിക്കുന്നതായ മനുഷ്യൻ ഒരു ഭവനം പണിയുവാൻ പുറപ്പെട്ടു. ആ മനുഷ്യൻ ഓരോ കല്ലുകൾ എടുത്തു നോക്കിയപ്പോൾ ഒരു കല്ലിന് പ്രത്യേകമായ ഭംഗിയോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ പ്രൗഢിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ ആ കല്ലിനെ ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിടുകയുണ്ടായി. എന്നാൽ ബാക്കിയുള്ളതായ കല്ലുകൾ വെച്ച് തൻ്റെ ഭവനം പണിയുവാൻ പുറപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി, എന്തോ ഒരു കുറവ് ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യൻ വീണ്ടും ആ കല്ലുകളൊക്കെ മാറ്റിയിട്ട് താൻ തള്ളിക്കളഞ്ഞതായ കല്ലിനെ ഒരു മൂലയ്ക്ക് പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ഇവിടെ ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും ദരിദ്രനും അരിഷ്ടനും കുരുടനും നഗ്നനും എന്ന് അറിഞ്ഞിരിക്കയാൽ. ഇവിടെ യാഥാർത്ഥ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. 1, നീ ദരിദ്രനാകുന്നു. 2, അവൻ അന്ധനാകുന്നു. 3, നഗ്നനാകുന്നു. മനുഷ്യൻ എങ്ങനെ ജനിച്ചുവോ അങ്ങനെ തന്നെ തിരികെ പോകും എന്നതാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ധനവാനും ലാസറസിൻ്റെയും സംഭവ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് നാം വേറെ ഒരാളെ പുച്ഛിക്കുമ്പോൾ
നാളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ വ്യക്തി ഉയർത്തപ്പെടുകയും ആ മനുഷ്യനെ പുച്ഛിച്ചതായി നാം തകർന്നു പോവുകയും ചെയ്യുമെന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ കാണുന്നതെല്ലാം സ്വർണമല്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം നല്ല വസ്തുക്കളല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മോട് പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളതായ വലിയൊരു സത്യത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഈ വിലയേറിയ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ളതായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അടിയങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനുമായ പൊന്നുദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ വായിച്ചു കേട്ടതായ അടിയങ്ങൾ ഈ ധ്യാനിച്ചതായ തിരുവചനത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങൾ ചിലവഴിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.